നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള വോട്ടർമാരിൽ നിന്നും 20%-ലധികം വോട്ടർമാരുടെ കുറവുണ്ടാകും. ഇതിൻ്റെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ SIR നടപടിയിലൂടെ പുറത്തു വരുന്നത്. അതായത് ഘട്ടം ഘട്ടമായി ഓരോ വോട്ടർമാരെയും നീക്കുക, അതിനുശേഷം പൗരത്വം നിഷേധിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതാണ് BJPയുടെ അജണ്ട. അവരുടെ ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ പണ്ട് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ പല മേഖലകളിലായി ഉണ്ട്. ഇപ്പോഴും ദുരഭിമാന കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള പുതിയ ശ്രമമാണ്. മുസ്ലിങ്ങളെ മാത്രമല്ല, ആദിവാസി വിഭാഗങ്ങളെയും പിന്നാക്കക്കാരെയും ഒരുപോലെ അടിച്ചമർത്താൻ BJPയുടെ കയ്യിലുള്ള ഒരു മാരകായുധമായി തന്നെയാണ് ഈ രീതിയെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ അതിനെ പോളിഷ് ചെയ്ത് SIR നടപടി എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ രണ്ടാം ഘട്ടം ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വേട്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അവിടെ പലർക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടും, പലരുടെയും വോട്ടിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് നമുക്കറിയാം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രഞ്ചൈസ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യക്കാരായ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇനി അത് മാറും. അതിനുശേഷം ഇവിടെ വോട്ടവകാശം എന്നത് നമുക്കറിയാം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൊക്കെ MP-മാരുടെ വോട്ട് ഓരോ സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടുത്തെ വോട്ടിൻ്റെ വില. ആ രീതിയിൽ സാധാരണക്കാരുടെ വിലയിലും മാറ്റം വരും. ഒന്നാം തരം പൗരർ, രണ്ടാം തരം പൗരർ എന്ന രീതിയിലേക്കൊക്കെ നീക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ അണിയറയിൽ നടക്കുകയാണ്. BJP അതിനുവേണ്ടിയുള്ള ദീർഘദൂര ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ പരിപൂർണമായി ഇല്ലാതാക്കി ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നതിൻ്റെ, അതായത് ഇന്ത്യയുടെ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന പ്രിയാമ്പിളിനെ മാറ്റുക എന്നുള്ളതാണ്. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നതിനെ മാറ്റിമറിക്കുക. സോവറിൻ എന്നുള്ളതും സോഷ്യലിസ്റ്റ് എന്നുള്ളതിലും കൃത്യമായ ഭേദഗതികൾ വരുത്താൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കം. സെക്യുലർ റിപ്പബ്ലിക് എന്നതിൽ കൃത്യമായി വെള്ളം ചേർക്കുക. സെക്യുലറിസം പേരിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്ന് കൃത്യമായി ഇപ്പോൾ BJP നേതൃത്വം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെല്ലാ തരത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നരേന്ദ്രമോദി ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുന്നത്. അതായത് 2014 അദ്ദേഹം ഒരു വിഷനുമായാണ് വന്നത്. അത് ഈ രാജ്യത്തെ കൃത്യമായി വേർതിരിക്കുക, ഡിവൈഡ് ആൻഡ് റൂളിന് വേണ്ടിയായിരുന്നു. അത് കുറേയൊക്കെ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെ ഒരു തുടർ രീതി എങ്ങനെയാണോ കശ്മീരിനെ കൃത്യമായി അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കള്ളക്കളി കളിച്ചത്, അതിൻ്റെ മറ്റു വെർഷനുമായി പല സംസ്ഥാനങ്ങളിലും നീക്കുകയാണ്. ബംഗാളിനെ വെട്ടിമുറിക്കും, അസ്സാമിനെ വെട്ടിമുറിക്കാനുള്ള നീക്കമുണ്ട്, തമിഴ്നാടിനെ വെട്ടിമുറിക്കാനുള്ള നീക്കമുണ്ട്, അതുപോലെ പഞ്ചാബിനെയും കൃത്യമായി പകുത്താൻ ഉള്ള നീക്കങ്ങളുണ്ട്. BJP അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ബൈഫർക്കേറ്റ് ചെയ്യും.